നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം ഇമാതിരി ഒരു മരയുള്ള പരസ്യം കൊടുത്ത് ഇടതുപക്ഷമാകെ വെട്ടിലായിരിക്കുന്നു. ഈ പരസ്യത്തെ ചൊല്ലി ഇപ്പോൾ മുന്നണിയിലും നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുമൊക്കെ വിവാദം ശക്തമാണ്. CPMൻ്റെ എടുത്തുചാട്ടം മണ്ടത്തരമാണ് എന്ന് CPI തുറന്നടിച്ചു. LDF യോഗത്തിൽ ഇത്തരമൊരു പരസ്യ തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല എന്ന് CPI തുറന്നു പറയുന്നു. സ്ഥാനാർത്ഥിയുടെ പരസ്യം നൽകുന്നത് സാധാരണയാണ്. എന്നാൽ ഇവിടെ പരസ്യം നൽകിയിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ പേരിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സന്ദീപിനെന്ത് കാര്യം? വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കലും ധ്രുവീകരണവുമൊക്കെ ഇടതുമുന്നണിയുടെ നയമല്ല എന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് തീർത്തു പറഞ്ഞു. അമ്മാതിരി വികൃതമായ ഒരു പരസ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം സരിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സുപ്രഭാതം സിറാജ് പത്രങ്ങളിലൂടെ അവതരിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപികയിലൂടെ മണിപ്പൂർ പ്രശ്നം ഉയർത്തിക്കാട്ടി ഒരു പരസ്യം CPM നൽകിയിരുന്നു. അതിന് സമാനമാണ് ഇപ്പോഴത്തെ ഈ പരസ്യതന്ത്രം. വർഗീയത പരത്തുന്ന പരസ്യം എന്ന ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം ശക്തമായി കളത്തിലിറങ്ങി. സരിന് വേണ്ടി നൽകിയ ഈ പരസ്യം ഒരുവിധത്തിലും CPMനെ സഹായിക്കുന്നില്ല. പരസ്യത്തിനെതിരെ സന്ദീപ് വാര്യർ പരാതി നൽകി കഴിഞ്ഞു. പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. CPI പാലക്കാട് മണ്ഡലം സെക്രട്ടറി കൂടിയായ മുരളി K താരേക്കാടാണ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്ന് മുരളി പറയുന്നു. കൂടിയാലോചനകളില്ലാതെ CPMലെ ഒരു വിഭാഗം എന്തിനാണ് ഇത്തരം അബദ്ധങ്ങൾ കാണിക്കുന്നത് എന്ന് മുന്നണി നേതാക്കൾ പരസ്പരം ചോദിക്കുന്നു. LDFൻ്റെ പേരിൽ കൊടുത്ത ഈ പരസ്യവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ടത് മുന്നണിയുടെ ജില്ലാ കൺവീനറാണ്. CPIക്കാണ് മുന്നണി ജില്ലാ കൺവീനർ സ്ഥാനം. എങ്കിലും CPIയുടെ ഒരൊറ്റ നേതാക്കൾ പോലും ഈ പരസ്യത്തെക്കുറിച്ച് കമാന്നൊരക്ഷരം അറിഞ്ഞില്ല. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്താൽ ഈ പരസ്യം അവർ വിലക്കിയേക്കും എന്ന് മനസ്സിലാക്കിയാണ് CPM ഇത്തരമൊരു തിരുമണ്ടത്തരം കാട്ടിയത്. തെരഞ്ഞെടുപ്പ് ദിവസം വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ CPMും പാലക്കാട് LDFുമൊക്കെ. CPI കട്ടയ്ക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഈ പരസ്യം ഉയർത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർക്കെതിരെ ഒരു പരസ്യത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന ചോദ്യം ശക്തമാകുന്നു. കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ആദ്യമെത്തിയത് പാണക്കാട് തറവാട്ടിൽ. വലിയ വിമർശനങ്ങളാണ് ഇത് ഉയർത്തിവിട്ടത്. സന്ദീപ് വാര്യർ എന്തുകൊണ്ട് തട്ടിൽ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല എന്ന ചോദ്യവുമായി K സുരേന്ദ്രൻ കളത്തിലിറങ്ങിയിരുന്നു. സന്ദീപ് വാര്യർ എന്തുകൊണ്ട് ക്ലെമീസ് പിതാവിനെ കാണുന്നില്ല? സന്ദീപ് വാര്യർ എന്തുകൊണ്ട് യാക്കോബായ ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ അടുക്കൽ പോകുന്നില്ല? എന്തുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണുന്നില്ല? വെള്ളാപ്പള്ളിയുടെ അടുക്കലേക്ക് എന്തുകൊണ്ട് സന്ദീപ് വാര്യർ കടന്നു ചെല്ലുന്നില്ല? കേരളത്തിലെ സമുദായ നേതാക്കളായി പാണക്കാട് കുടുംബം മാത്രമല്ലല്ലോ എന്ന ചോദ്യമാണ് K സുരേന്ദ്രൻ ഉയർത്തിയത്. തുടർന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സന്ദീപ് വാര്യരെ പൊക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നേരെ ചങ്ങനാശ്ശേരി NSS കാര്യാലയത്തിലെത്തി. സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ ചിത്രമടക്കം പുറത്തേക്ക് വിട്ടു. അതിനുശേഷം സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങളെ തന്നെ പോയി കണ്ടു. സന്ദീപ് വാര്യരുടെ വരവിൽ ആദ്യം ആശങ്കയുണർന്നത് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെയായിരുന്നു. സന്ദീപ് വാര്യർ കടന്നു വരുന്നതോടെ അദ്ദേഹത്തിൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കിയിരുന്നു സോഷ്യൽ മീഡിയ. ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വികാരത്തിന് കാരണമാകുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെട്ടു. ഇതിൻ്റെ തുടർച്ചയായിരുന്നു പാണക്കാട്ടേക്ക് സന്ദീപ് വാര്യർ എത്തിച്ചത്. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായി പാണക്കാട് സന്ദർശനം. ഇത് ഭൂരിപക്ഷ സമുദായത്തെ കൂടുതൽ വേദനിപ്പിച്ചു. ഇടതുപക്ഷം പുറത്തുവിട്ട പരസ്യതന്ത്രം അവർക്ക് തന്നെ ബൂമറാങ്ങായി മാറി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏറ്റവും മ്ലേച്ഛമായി മൃഗീയമായ പോസ്റ്റുകൾ തന്നെയാണ് പിന്നീട് ചർച്ചയായതും. അതിൻ്റെ ഗുണഭോക്താക്കൾ ഇടതുപക്ഷമല്ല എന്ന് മാത്രം. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന് സന്ദീപ് വാര്യർ ഒരു RSS നിക്കറൊക്കെ ഇട്ട് നിൽക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള പരസ്യം. കാശ്മീരികളെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് സന്ദീപ്. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചുമൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവ ഗുരു. കേരളം എതിർത്ത പൗരത്വ ഭേദഗതി നിയമത്തെ കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് വാര്യർ. എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നു. ഇത്തരം ഒട്ടനവധി പോസ്റ്റുകളാണ് ആ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ചുരുക്കത്തിൽ ഒരു പരസ്യം മുഴുവൻ സന്ദീപിനെതിരെ.
കാഫിർ വിവാദത്തിൻ്റെ പുതിയ പതിപ്പ് തന്നെയായിരുന്നു ഈ വർഗീയ പരസ്യം. അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയുണ്ടാക്കി. സരിൻ തോൽക്കുമെന്ന് CPM-അറിയാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കാതിരിക്കാൻ BJP-യെ സഹായിക്കാനായിരുന്നു LDF-ന്റെ ഈ പദ്ധതിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു. BJP-യിൽ നിന്നും ഒരാൾ പോകുന്നത് കണ്ട് താമര വിജയന് സഹിക്കാൻ കഴിയുന്നില്ലേ എന്ന് പരിഹസിക്കുന്നവരുണ്ട്. തൃശൂർ മാതൃകയാണ് ഇപ്പോൾ പാലക്കാടും പയറ്റിയിരിക്കുന്നത് എന്ന് മറ്റു ചിലർ പറയുന്നു. തൃശ്ശൂരിൽ പൂരം കലക്കിയാണ് അന്ന് സുരേഷ് ഗോപിയെ ഇടതുപക്ഷം CPM സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ പാലക്കാട് പരസ്യം കൊടുത്ത് BJP-യെ സഹായിക്കുന്നു. സന്ദീപ് വാര്യർ പറഞ്ഞ പോസ്റ്റുകൾ ഇമാതിരി പരസ്യം ചെയ്ത് പാലക്കാട് അവതരിപ്പിച്ച LDF എന്തുകൊണ്ട് മുനമ്പം പ്രശ്നം കാര്യമായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല? ഈ പരസ്യം CPM-ന്റെ ഗതികേടാണ് എന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ തിരിച്ചടിച്ചു. സന്ദീപിനെ സ്വീകരിക്കാൻ നിന്നവർ ഇപ്പോൾ വർഗീയതയെക്കുറിച്ച് പറയുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ഇതിനിടയിൽ സന്ദീപ് കൂടിക്കാഴ്ച നടത്തി. മലപ്പുറം കഴിശ്ശേരിയിലെ ജിഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയാണ് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയത്. പാണക്കാട് കുടുംബത്തിൽ മാത്രമല്ല സമസ്തയുടെ നേതാവിൻ്റെയും കുടുംബത്തിലെത്തി ഇപ്പോൾ സന്ദീപ് വാര്യർ എല്ലാം ഒന്ന് പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. മുനമ്പം വിഷയത്തിൽ മുനമ്പം ഭൂമി വഖഫിൻ്റേതാണ് എന്ന ശക്തമായ നിലപാടെടുത്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സമസ്ത. സമാനമായ നിലപാടാണ് കാന്തപുരം വിഭാഗവും സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടയിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടില്ലാതെ സന്ദീപ് ഇങ്ങനെ പാണക്കാടും പിന്നീട് സമസ്തയുടെ കേന്ദ്രത്തിലുമൊക്കെ തിണ്ണനിരങ്ങുന്നത് കഷ്ടമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇടതുപക്ഷത്തിൻ്റെ പരസ്യം കോൺഗ്രസിനെ സഹായിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ മത്സരം കോൺഗ്രസും BJP-യും തമ്മിൽ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. സരിൻ ഏറെ പിന്നോട്ട് പോയി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നു. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ആദ്യം ആശങ്കയാണ് കോൺഗ്രസിന് സമ്മാനിച്ചിരുന്നത് എങ്കിൽ എല്ലാ ആശങ്കകളും അലക്കി വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാക്ഷാൽ CPM. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇന്നലത്തെ മരപ്പൊട്ടൻ പരസ്യം. അതിൻ്റെ ഗുണഭോക്താക്കൾ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവുമായി മാറുന്നു എന്ന് കൃത്യമാണ്. അതിലപ്പുറം BJP-ക്കും അതിൻ്റെ ചില അനുഗ്രഹങ്ങളുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.